Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അക്രിലിക് പെയിന്റിംഗ് ആണ് ട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. പിന്നെ നിങ്ങൾ അതിന്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദാ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷും പിന്നെ കുറച്ച് അക്രിലിക് പെയിന്റ്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വൈറ്റും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ലൈറ്റ് ബ്ലൂ ആണ് ട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റും ബ്ലൂവും കൂടെ കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയിൽ കുറച്ചൊക്കെ ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ആ പേജ് മുഴുവനായിട്ട് അങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് മേഘങ്ങൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ മേഘങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ചിട്ട് കുറച്ച് ചെടികൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സ്റ്റെമ്മുകളാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ പുല്ലുകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലൊക്കെ കുറച്ച് ചെറിയ ഇലകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ച് കളറും യെല്ലോ കളറും അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ ഒക്കെ സെൻറ്റർ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ പെറ്റൽസൊക്കെ വരച്ചു കൊടുക്കുന്നത്. രണ്ട് കളറിലുള്ള പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഓറഞ്ച് കളർ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ യെല്ലോ കളർ വെച്ചിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഫ്ലവേഴ്സൊക്കെ ഇവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബഡ്സും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലൈനർ ബ്രഷ് വെച്ചിട്ട് ആ ഫ്ലവറിൻ്റെ ഓരോ പെറ്റിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലൈനർ ബ്രഷ് വെച്ചിട്ട് ഓരോ പെറ്റിൽസിൻ്റെ അകത്തും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴെയുള്ള ചെറിയ പുല്ലുകളിലൊക്കെ റെഡ് കളർ അതുപോലെ വൈറ്റ് കളറൊക്കെ വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് കുറച്ച് പക്ഷികളെയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പെയിൻറ്റിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് പെയിൻറ്റിങ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇനിയും പെയിൻറ്റിങ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ബോട്ടിൽ ആർട്ട്, ഗ്രീറ്റിംഗ് കാർഡ്, അങ്ങനത്തെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. Thank you.